ആലപ്പുഴയിൽ CPM-ന്റെ ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം എന്താണ്? ആരൊക്കെ തുടരും, ആരെയൊക്കെ മാറ്റും? എന്താണ് ആ സാധ്യത? നിലവിലത്തെ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ 2 പേർ മാത്രമാണ് 2 ടേം വ്യവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒന്ന് കായംകുളത്തു നിന്നുള്ള MLA യു പ്രതിഭയും ഒപ്പം തന്നെ ചെങ്ങന്നൂർ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടെത്തിയ മന്ത്രി സജി ചെറിയാനുമാണ്. ഇതിൽ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം രാമചന്ദ്രൻ നായരുടെ മരണത്തോടുകൂടി കടന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ 1.5 ടേം, അതായത് 2 ടേമുകൾ പൂർത്തീകരിച്ചു എന്ന് സാങ്കേതികമായി പറയാനാകില്ല. കാരണം അദ്ദേഹം രാമചന്ദ്രൻ നായർ MLA ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയും പിന്നീട് സജി ചെറിയാൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മണ്ഡലം നിലനിർത്തുകയും ചെയ്തത്. എന്നാൽ യു പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം യു പ്രതിഭ 2 ടേം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കും ആണ് ഇളവ് കിട്ടാൻ സാധ്യതയുള്ള എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, വാർത്തകൾ ഉണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെങ്ങന്നൂർ മണ്ഡലം നിലനിർത്തണമെങ്കിൽ സജി ചെറിയാൻ തന്നെ അവിടെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം CPM-നെ സംബന്ധിച്ച് ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. സജി ചെറിയാനെ മാറ്റിയാൽ ഒരുപക്ഷെ ആ 2 ടേം എന്നുള്ള ആ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ 2 ഭരണത്തിന്റെ ഭാഗമായി ഇരുന്നു എന്നുള്ള അത് കണക്കിലെടുത്താൽ സജി ചെറിയാനെ അങ്ങനെ ഒരു തീരുമാനത്തിൽ മാറ്റാനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒന്ന്, പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിൽ നിന്നുള്ള ആലപ്പുഴ ജില്ലയുടെ തന്നെ ഏറ്റവും നിയന്ത്രിക്കുന്ന നേതാവ്, പാർട്ടി നേതൃത്വവുമായി ഏറ്റവും അധികം അടുപ്പം പുലർത്തുന്ന ആൾ എന്നൊക്കെ രീതിയിലുള്ള പരിഗണന സജി ചെറിയാനുണ്ട്. അതിനപ്പുറത്തേക്ക് സാങ്കേതികമായി ചെങ്ങന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ സജി ചെറിയാൻ അപ്പുറത്തേക്ക് മറ്റൊരാളെ നിർത്തിയാൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ വിജയിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനത്തെ സാഹചര്യം തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ അടക്കമുള്ള വോട്ടിംഗ് പാറ്റേണുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സജി ചെറിയാനെ പോലൊരു ആളായതുകൊണ്ട് മാത്രമാണ് അവിടെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ജയിച്ചു വരുന്നത് എന്ന് തന്നെ പറയാം. നിലവിലത്തെ സാഹചര്യത്തിൽ സജി ചെറിയാൻ അവിടെ തുടർന്ന് പോവുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉറച്ച ഒരു സീറ്റാണത്. പ്രത്യേകിച്ച് ഈ 1.5 വർഷം എന്നുള്ള ഒരു സാങ്കേതികമായി അത്തരത്തിൽ 2 ടേം പൂർത്തീകരിച്ചു എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഇളവിൽ സജി ചെറിയാൻ തന്നെ ഇത്തവണ ചെങ്ങന്നൂരിൽ തുടരും എന്നുള്ള അതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് കായംകുളമാണ്. CPM-ന് ഏറ്റവും അധികം ശക്തി ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കായംകുളം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും കായംകുളത്തിന്റെ സ്ഥിതി ഇപ്പോൾ അതല്ല. കായംകുളം ഏറ്റവും അധികം തിരിച്ചടി നേരിടുമോ എന്ന് CPM ഭയക്കുന്ന ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈഴ വോട്ടുകൾ വന്നൊരു ഭിന്നിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക്, അതായത് താരതമ്യേന വീക്കായ അല്ലെങ്കിൽ താരതമ്യേന ശക്തി കുറഞ്ഞൊരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ പോലും എല്ലാ ഘട്ടത്തിലും ചേർത്തലയും കായംകുളവും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ CPM-ന് ലീഡ് നൽകുന്ന ഇടമായിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ വളരെ മോശം സാഹചര്യത്തിലേക്ക് പോവുകയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിലുണ്ട്. അതിൽ നിന്നും മറികടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇതുവരെ കായംകുളം അത്തരത്തിൽ മറികടക്കാൻ പ്രാപ്തമായിട്ടില്ല എന്ന് തന്നെ പറയാം. സംഘടനാ തലത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ 2 ഗ്രൂപ്പുകളായി നിന്നുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കണ്ടല്ലൂരും പത്തിയൂരും അടക്കം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒരിക്കൽ പോലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ തിരിച്ചു പിടിക്കാനോ അവിടേക്ക് എത്തിപ്പെടാനോ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആണ് ഇപ്പോൾ ആ മണ്ഡലമുള്ളത്. പക്ഷേ യു പ്രതിഭ 2 ടേമുകൾ പൂർത്തിയാക്കി യു പ്രതിഭയ്ക്ക് അത്തരത്തിലൊരു ഇളവ് ലഭിക്കുകയാണെങ്കിൽ പോലും വിജയസാധ്യത എന്നുള്ളത് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന് നിലവിൽ ബാലികറ മലയാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. യു പ്രതിഭയ്ക്കെതിരെ ഇപ്പോൾ 2 ടേമുകൾ ഇരുന്നത് കൊണ്ടുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് യു പ്രതിഭയ്ക്ക് അവിടെ CPM വോട്ടുകൾ നേടി എത്രമാത്രം വിജയിക്കാനാകും എന്നുള്ള ചോദ്യം, അതിന് ഒരു കൃത്യമായ ഒരു ഉത്തരം നിലവിലില്ല. സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു പ്രാപ്തി ഇതുവരെ കായംകുളത്തിനായിട്ടില്ല. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അവിടെ ഇടതുപക്ഷമാണെങ്കിലോ അല്ലെങ്കിൽ വലതുപക്ഷമാണെങ്കിലോ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും വ്യക്തിപരമായി കൂടി ഒരു 10,000 വോട്ടിന് മേൽ പിടിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കായംകുളം നോട്ടമിട്ട് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ തന്നെ പ്രമുഖ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, യു പ്രതിഭ 2 ടേമുകൾ പൂർത്തിയായാൽ നേരത്തെയുള്ള വ്യവസ്ഥ പ്രകാരം യു പ്രതിഭ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അങ്ങനെയായാൽ
തീർച്ചയായും കായംകുളത്ത് മത്സരിക്കാൻ ഏറ്റവും അധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാള് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ തന്നെയാണ്. ഈഴവ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്, ഷുവർ സീറ്റ് ആയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഷുവർ സീറ്റിൽ ഇപ്പോൾ മത്സരം നടക്കുന്ന ഒരു അവസ്ഥയല്ല കായംകുളം എന്നുള്ളത് ആണ്. ഒപ്പം ബാബുജൻ അടക്കമുള്ള ആളുകളുടെ പേരുകളും പറയുന്നുണ്ട്. പക്ഷേ ഒരു ഈഴവ കാൻഡിഡേറ്റ് വന്നാൽ മാത്രമേ അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യത ഉള്ളൂ. അത് തന്നെയായിരുന്നു യു പ്രതിഭയ്ക്ക് എല്ലാ കാലത്തും ഗുണം ചെയ്തിട്ടുമുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ടേമുകളിലും ഈ ഇളവ് നൽകി മത്സരത്തിലേക്ക് CPM കടന്നാൽ പോലും ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് കായംകുളത്ത്. യെസ്, കായംകുളത്തിന്റെ രാഷ്ട്രീയ ചിത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കായംകുളം ആലപ്പുഴ ജില്ലയിൽ CPM-ന് വെല്ലുവിളി ഉണ്ടാക്കുന്ന മണ്ഡലമാണ്. അവിടെ യു പ്രതിഭ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയാൽ പോലും യു പ്രതിഭ തുടരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതാണ് ശരണ്യ അവിടുന്ന് പറയുന്നത്. നമ്മൾ ആലപ്പുഴയിലേക്ക് നിന്നും നമ്മൾ കൊച്ചിയിലേക്ക് പോകുമ്പോൾ എറണാകുളം ജില്ല CPM-ന്റെ ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് കൊച്ചി, മറ്റൊന്ന് കോതമംഗലം. ഈ രണ്ടിടങ്ങളിലും ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകേണ്ടി വരുന്ന ഒരു ഇടമാണ്. കാരണം ഇടത്തെ MLA-മാർ ആന്റണി ജോണും ആവട്ടെ KJ മാക്സിയും ആവട്ടെ രണ്ടുപേരും 2 ടേം പൂർത്തിയാക്കിയവരാണ്. ഇവിടങ്ങളിൽ ഇളവ് നൽകി പുതിയൊരാൾ വരാനുള്ള സാധ്യതയുണ്ടോ? അതല്ല, ഇവർക്ക് ഇളവ് നൽകി ഇവർ തന്നെ തുടരുമോ? എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? ഇതിനപ്പുറം എറണാകുളം ജില്ലയിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ ഇത് ബാധകമാവുന്നുണ്ടോ? സജിത്ത്, പൊതുവിൽ കരുതുന്നത് എറണാകുളം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് UDF-ന്റെ ഒരു കോട്ട എന്നെല്ലാം തന്നെ പലപ്പോഴും പറയുന്നതാണ്. പലപ്പോഴും പല അടിയൊഴുക്കുകളും UDF-ന് അനുകൂലമായിട്ട് പലതവണ വന്നിട്ടുണ്ട്. ഒരു മണ്ഡലവും പിടിച്ചു നിർത്താനായിട്ട് CPM-ന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. നിലവിൽ 14 മണ്ഡലങ്ങളിൽ നിലവിലുള്ളത് 4 സീറ്റുകളാണ് ഇടതു മുന്നണിക്കുള്ളത്. 4ലും തന്നെയും CPM സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഉള്ളത്. ഇതിൽ വൈപ്പിനും അതോടൊപ്പം തന്നെ കുന്നത്ത് നാടിലും 2 സീറ്റുകൾ വന്നപ്പോൾ അത് രണ്ടും പുതുതായിട്ട് വന്നതാണ്. KN ഉണ്ണികൃഷ്ണൻ വൈപ്പിലും അതോടൊപ്പം തന്നെ കുന്നത്തുനാട് PV ശ്രീനിജനും വന്നു. പക്ഷേ ഈ മണ്ഡല സംബന്ധിയായ കാര്യങ്ങളിൽ ടേം വ്യവസ്ഥകൾ ബാധകമാകുന്ന മറ്റ് മണ്ഡലങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോതമംഗലവും അതോടൊപ്പം തന്നെ കൊച്ചിയുമാണ് ഇതിൽപ്പെടുന്നത്. ഇവിടെ നേരിടുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ മാറ്റി പുതുതായി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല നിലവിലെ സാഹചര്യങ്ങളുള്ളത്. കാരണം 2 മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഈ കോതമംഗലം സീറ്റ് എന്ന് പറയുന്നത്, കോതമംഗലം സീറ്റിൽ നല്ല രീതിയിൽ ആദ്യ തവണ ജയിച്ചു വന്നു. 2ാം തവണയിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം അത് 6000-ലേക്ക് കുറയുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി മാറി പുതിയൊരു സ്ഥാനാർത്ഥി വരിക, പുതിയൊരാളെ കണ്ടെത്താൻ കഴിയുക, ആന്റണി ജോണിന് പകരം പുതിയൊരാളിലേക്ക് എത്തുക എന്നെല്ലാം പറയുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. നല്ല കടുത്ത മത്സരം. കേരള കോൺഗ്രസിന് ശക്തമായ രീതിയിലുള്ള വേരോട്ടമുള്ള ഒരു മണ്ണ് കൂടിയാണ്. അവിടെ ഒരാളെ മാറ്റി പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നീട് ഒരു പുതിയ ആളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിലവിലെ ഒരു തുടർ ഭരണം ലക്ഷ്യമിടുന്ന ഒരു സാഹചര്യത്തിലെല്ലാം തുടർച്ചകൾ ലക്ഷ്യമിടുമ്പോൾ അത് ഒരു തിരിച്ചടിയാനുള്ള സാധ്യതയുണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊച്ചിയിലേക്ക് വരുമ്പോഴും സ്ഥിതി മറിച്ചല്ല. കൊച്ചി ആദ്യഘട്ടത്തിൽ UDF-ന്റെ ഒരു മണ്ഡലമായിരുന്നു. പിന്നീടാണ് KJ മാക്സി അവിടേക്ക് വരികയും കൗൺസിലറായിരുന്ന മാക്സി പിന്നീട് നിയമസഭാ സാമാജികനായി മത്സരിക്കുന്നു. അപ്പോൾ ഇതിൽ ആദ്യഘട്ടത്തിൽ ഡാനി, ഞാനൊന്ന്